നമസ്കാരം. കൊട്ടാരക്കരക്കാരനായ ബിഗ് ബോസ് താരം അഖിൽ മാരാരോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. അദ്ദേഹം ബിഗ് ബോസ് താരമാകുന്നതിന് മുൻപേ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ മിടുക്ക്, പ്രാഗൽഭ്യം, സ്വയം വളർന്നു വരാനുള്ള ഔത്സുക്യം അതൊക്കെ അംഗീകരിക്കപ്പെടേണ്ടതാണ്. ആദ്യം കോൺഗ്രസ്സുകാരനായിരുന്നു. ആത്മാർത്ഥതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങി. ഒരാപത്ത് വന്നപ്പോൾ ആരും അദ്ദേഹത്തെ തുണച്ചില്ല. അപ്പോൾ അദ്ദേഹം BJP-യിലേക്ക് പോയി. അവിടെ അതിനേക്കാൾ കഷ്ടമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം രാഷ്ട്രീയമേ നിർത്തി സിനിമാ മേഖലയിലേക്ക് തിരിഞ്ഞു. ഒരു സിനിമ സാമൂഹ്യ വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എടുത്തു. ആ സിനിമ ക്ലിക്കായില്ലെങ്കിലും സിനിമക്കാരൻ എന്ന ഒരു പേര് കിട്ടി. അങ്ങനെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു. അതിന്റെ തുടർച്ചയായി ബിഗ് ബോസിലെത്തി. ബിഗ് ബോസ് ജേതാവായി. ബിഗ് ബോസിൽ വിജയിച്ചതോടെ അഖിൽ മാരാർ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സെലിബ്രിറ്റികളിൽ ഒരാളായി മാറി. അതോടെ തന്റെ നിർഭയമായ സോഷ്യൽ മീഡിയ ഉപയോഗം അഖിൽ മാരാർ ശക്തിപ്പെടുത്തി. അതിനിശ്ചിതമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചു. പിണറായി വിജയനെ തൊലിയിരിച്ചു കാണിക്കാൻ അഖിൽ മാരാരെ പോലെ തൻ്റെ ഇടമുള്ള ഒരാളെയും സെലിബ്രിറ്റികൾക്കിടയിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ കമ്മികളുടെ നോട്ടപ്പുള്ളിയായി പല കള്ളക്കേസുകളും എടുക്കാൻ തുടങ്ങി. ഇതൊന്നും ഗവനിക്കാതെ അഖിൽ മാരാർ സ്വയം ബ്രാൻഡ് സൃഷ്ടിച്ച് മുന്നേറി. സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് മാറിയിട്ടും മുമ്പുണ്ടായിരുന്ന അതേ ബന്ധം തുടരാൻ അഖിൽ മാരാർ ഒരു മടിയും കാട്ടിയിരുന്നില്ല. സെലിബ്രിറ്റി ആയതിനു ശേഷം അഖിൽ മാരാർ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് പടിപടിയായി ഇറങ്ങി വന്നു. ഇക്കുറി കോൺഗ്രസ് ആയിരുന്നു അഖിൽ മാരാരുടെ രാഷ്ട്രീയം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവരുമായി വളരെ അടുപ്പത്തിലായി. ഔദ്യോഗികമായി കോൺഗ്രസിന്റെ ആഘോഷങ്ങളിലൊക്കെ അഖിൽ മാരാരുടെ സാന്നിധ്യവും ഉറപ്പായിരുന്നു. ഇതോടുകൂടി അഖിൽ മാരാർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ മത്സരിക്കുമെന്ന ഊഹാപോഹം സോഷ്യൽ മീഡിയയിൽ ശക്തമായി. അഖിൽ മാരാർ അത് സ്ഥിരീകരിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി കൊട്ടാരക്കരയിൽ ധനമന്ത്രി KN ബാലഗോപാലിനെതിരെ മത്സരിക്കാൻ പോകുന്നത് അഖിൽ മാരാറാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. അഖിൽ മാരാർക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. അഖിൽ മാരാർ മത്സരിച്ചാൽ ജയിക്കാനാണ് 99% സാധ്യതയുമുള്ളത്. സർക്കാരിനെ ഇത്രയും നിശിതമായി വിമർശിക്കുന്ന അഖിൽ മാരാർ ജയിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്നാൽ കൊട്ടാരക്കരയിലെ MLA ആകാൻ വേണ്ടി രാജ്യത്തെ തള്ളിപ്പറയുന്നത് ഉചിതമാണോ എന്ന് അഖിൽ മാരാർ ചിന്തിക്കണം. ആത്യന്തികമായി അഖിൽ മാരാർക്ക് മോദിയോടോ BJP-യോടോ സംഘപരിവാറിനോടോ വിരോധമൊന്നും ഉണ്ടാവേണ്ട ആളല്ല. അദ്ദേഹം അവരുടെ സഹയാത്രികനായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ രാഷ്ട്രീയമായി അദ്ദേഹം കോൺഗ്രസ് പക്ഷത്ത് നിൽക്കുമ്പോൾ BJP-യും സംഘപരിവാറിനെ വിമർശിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ആ വിമർശനം രാജ്യത്തിനെതിരാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന അഖിൽ തനിക്ക് വശമില്ലാത്ത വിഷയങ്ങളിൽ സൂക്ഷ്മതയോടെ അഭിപ്രായം പറയാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ശശി തരൂരിനെ പോലെയുള്ളവരുടെ അഭിപ്രായം തേടണം. പഹൽഗാമിലെ ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഇന്ത്യയുടെ തിരിച്ചടിയും അതുണ്ടാക്കിയ മോദി തരംഗവും ഒക്കെ കോൺഗ്രസ്സുകാർ അസ്വസ്ഥപ്പെടുത്തുന്നതിൽ അത്ഭുതമൊന്നുമില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവാൻ ശ്രമിക്കുന്ന അഖിൽ മാരാർ ആ അസ്വസ്ഥത പങ്കുവയ്ക്കുന്നതിലും തെറ്റൊന്നുമില്ല. എന്നാൽ സൈന്യം നടത്തിയ ഒരു യുദ്ധം, അവർ അതിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തുന്നതും അതിന്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പ് അഭിപ്രായം പറയുന്നതും രാജ്യവിരുദ്ധമാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ബാധ്യത അഖിൽ മാരാർക്കുണ്ടായിരുന്നു. അഖിൽ അവിടെ വീഴ്ച വരുത്തിയിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയെ താരതമ്യം ചെയ്തുകൊണ്ട് അഖിൽ മാരാർ മോദി സർക്കാരിനെതിരെ ആദ്യം ആഞ്ഞടിച്ചു. യുദ്ധം അവസാനിപ്പിക്കണം എന്നതിന് യാതൊരു തർക്കവും വേണ്ട. എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വെച്ചിട്ടാവരുത്. എന്തുകൊണ്ടും പവർഫുൾ തീരുമാനം എടുക്കാൻ മോദിയേക്കാൾ മികവ് ഇന്ദിരാഗാന്ധിക്ക് തന്നെയായിരുന്നു എന്നതിന് 2 ഉദാഹരണം. 1971 അമേരിക്ക പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ അമേരിക്കൻ നാവികസേന ഇന്ത്യയെ ആക്രമിക്കാൻ തീരുമാനിച്ചു. നമ്മളിത് കഴിഞ്ഞ കുറേ കാലമായി കേട്ടതാണ്, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. റിച്ചാർഡ് നിക്സണോട് പോയി പണി നോക്കാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്ന സംഭവം. ആ സംഭവം എന്നിട്ട് പറയുന്നു, ഒരുത്തൻ നമ്മളെ നിരന്തരം കയറി അടിക്കുമ്പോൾ അല്ല നമ്മൾ പവർഫുൾ ആവുന്നത്, അടിക്കണമെന്ന് ചിന്ത വരുമ്പോൾ വേണ്ട എന്ന് അവന്റെ മനസ്സ് പറയണം. പാകിസ്ഥാൻ നമ്മുടെ സൈനികരെ കൊന്നു, നമ്മുടെ സിവിലിയൻസിനെ കൊന്നു. നമ്മൾ ആദ്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അവർ പേടിച്ചില്ല. അവർ നമ്മുടെ മണ്ണിൽ കയറി ഒന്നും അറിയാത്ത പാവങ്ങളെ മതം ചോദിച്ചു കൊന്നു. നമ്മൾ മാന്യത കാണിച്ചു, ഭീകരരുടെ താവളം നോക്കി അടിച്ചു, അവർ പേടിച്ചോ ഇല്ല. അവൻ വീണ്ടും നമ്മുടെ 15 സാധാരണക്കാരെ കൊന്നു, നമ്മളൊരു പൂടയും ചെയ്തില്ല. അവൻ വീണ്ടും നമ്മളെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജവാനും ഉന്നത ഉദ്യോഗസ്ഥരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മരണപ്പെട്ടു. എന്നിട്ട് നമ്മൾ വല്ലതും ചെയ്തോ? അതിർത്തിയിൽ സമാധാനത്തോടെ ജീവിച്ച പാവങ്ങൾക്ക് അവരുടെ വീട് വിട്ട് ഓടേണ്ടി വന്നു. IPL ഉൾപ്പെടെ നമ്മൾ നിർത്തിവെച്ചു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ച് മധ്യസ്ഥ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ നിർത്തിയാൽ ഞങ്ങൾ നിർത്തിയെന്ന് ഉക്രൈൻ പോലും രാജ്യം പോലും അമേരിക്ക പറഞ്ഞത് കേട്ടില്ല. ഇവിടെ ഇപ്പോഴും സായിപ്പിന്റെ ഓശാന കേട്ട് ജീവിക്കുന്ന ഭരണാധികാരി ആയിപ്പോയി. മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിന്നെയൊക്കെ തീർത്ത് കളയും. ആ ഭീഷണിയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയണം.
ഇല്ലെങ്കിൽ ഇനിയൊരുത്തനും ഇവിടെ 55 നെഞ്ചളവിന്റെ പേരിൽ ഊറ്റം കൊള്ളരുത്. അമേരിക്കയിലെ ലോകം മുഴുവൻ എതിർത്താലും ബംഗ്ലാദേശിനെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞ യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ പരാജയപ്പെടുത്തി പെണ്ണൊരുത്തി ഭരിച്ച നാടാ സാറേ ഇന്ത്യ എന്ന രാജ്യത്തെ ഏതൊരു കോൺഗ്രസ്സുകാരനുമല്ല ദേശസ്നേഹമുള്ള ഏതൊരു ഭാരതീയനും അഭിമാനത്തോടെ പറയും. വളരെ ശക്തമായി പറയുന്നു, ഇന്ദിരാഗാന്ധി ശക്തമായിരുന്നു, അന്ന് അമേരിക്ക വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞ ആദ്യത്തെ പോസ്റ്റ് എങ്ങനെയാണ്? വാസ്തവത്തിൽ വളരെ സഹതാപമാണ് എനിക്ക് തോന്നിയത്. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, കോൺഗ്രസ്സുകാരെക്കാൾ കൂടുതൽ ആവേശത്തോടുകൂടി എന്തോ കേട്ട മാതിരി അഖിൽ മാരാരെ പോലെ ഒരാൾ അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. 2, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സോവിയറ്റ് യൂണിയൻ ഇന്ത്യക്കൊപ്പമാണ്. സോവിയറ്റ് ചേരിലാണ് ഇന്ത്യ. വലിയ സോവിയറ്റ് പടക്കപ്പൽ ഇവിടെ നിൽക്കുമ്പോൾ അമേരിക്ക പോലും പേടിക്കും. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിരുന്നു എന്നങ്ങനെ പറയാമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, അത്തരമൊരു സാഹചര്യമില്ല എന്ന് മനസ്സിലാക്കണം. അന്ന് പാകിസ്ഥാനാണ് ബോംബുണ്ടായിരുന്നില്ല, ഇന്ന് പാകിസ്ഥാനാണ് ബോംബുണ്ട്. അതൊക്കെ പോട്ടെ, എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഇത്രയും ആവേശം കാണിക്കണമായിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ പോലും ഇന്ത്യ തകർത്തെന്നാണ്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും പോയി അടിച്ചു വീഴ്ത്തിയെന്നാണ്. 11 സൈനിക കേന്ദ്രങ്ങൾ തകർത്തെന്നാണ്. പാകിസ്ഥാന്റെ 45ഓളം പട്ടാളക്കാരെ കൊന്നെന്നാണ്. ഇന്ത്യയിൽ ഒരു ബോംബ് പോലും വീണില്ല, ഒരു മിസൈൽ പോലും വീണില്ല. അതിർത്തിയിലെ ഷെല്ലാക്രമണത്തിൽ 4 പട്ടാളക്കാർ മരിച്ചു, കുറച്ച് സിവിലിയൻസ് മരിച്ചു എന്നത് വാസ്തവമാണ്. എന്നാൽ 100 ഭീകരരെ വേരോടെ പിഴുതെറിഞ്ഞിട്ടാണ് ഇന്ത്യ പോരാട്ടം തുടങ്ങിയത്. ഇതൊക്കെ സത്യമായിരിക്കവേ ഇങ്ങനെ ആവേശം കൊള്ളുകയും പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഇന്ത്യയിൽ പട്ടാളക്കാരും സിവിലിയൻസും മരിച്ചു വീഴുന്നു എന്നൊക്കെ പറയുകയും ചെയ്തത് അങ്ങേയറ്റത്തെ രാജ്യദ്രോഹമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരുണത്തിൽ അഖിൽ മാരാരെ പോലെ ഒരാൾക്ക് ഉചിതമാണോ എന്ന് ചിന്തിക്കണം. അവിടെയും അവസാനിച്ചില്ല. രണ്ടാമതൊരു പോസ്റ്റ് കൂടി അഖിൽ മാരാരിട്ടു. ഇന്ത്യയുടെ സുദർശന ചക്രം തകർത്തു, ഇന്ത്യക്കെതിരെ ആണവയായുധം പ്രയോഗിക്കും, ഇന്ത്യ ഞങ്ങളുടെ എയർക്രാഫ്റ്റ് തകർത്തിട്ടില്ല എന്നിങ്ങനെയുള്ള വെടികൾ അടിച്ച പാകിസ്ഥാൻ ആ വെടിവയ്പ് നിർത്തും എന്നായിരിക്കും കരാറിൽ എഴുതിയത്. അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞാൽ നിർത്താൻ ഞങ്ങൾ ഇന്ത്യയല്ല എന്ന് വെല്ലുവിളിയുമാവാം. രണ്ടായാലും പാകിസ്ഥാന്റെ അടിയും മേടിച്ചു, രാജ്യത്തെ പൗരന്മാരുടെ ജീവനും പോയിട്ടും പാകിസ്ഥാൻ പറഞ്ഞപ്പോൾ എല്ലാം നിർത്തി എന്ന് പറഞ്ഞ സർക്കാർ ഇല്ലാതാക്കിയത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ആത്മാഭിമാനമാണെന്ന് പറയാതെ വയ്യ. വെടിനിർത്തൽ കരാർ ലംഘിച്ച് നമ്മുടെ ഒരു ജവാനെ വരെ കൊന്ന പാകിസ്ഥാന് ഈ രായ്ക്ക് രാത്രി പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മോദി വെറും ഗീർവാണ മോദിയാകും. പഴശ്ശിരാജ മുതൽ വീരാശിവജി വരെ ഓർമ്മിപ്പിക്കപ്പെടുന്നത് അഭിമാനം ആർക്കും മുന്നിൽ പണയം വയ്ക്കാതെ ധീരമായി പോരാടിയതിന്റെ പേരിലാണ്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും മതി, ലോക പ്രസിഡന്റ് ആവേണ്ട എന്ന് ബേബി സഖാവും ട്രംപിന്റെ പ്രസ്താവന എടുത്ത് കാട്ടിൽ കളഞ്ഞ പാകിസ്ഥാനും ട്രംപ് പറയുന്നത് കേട്ട് താളം തുള്ളിയ കേന്ദ്ര സർക്കാരും അനുകൂലിക്കേണ്ട കാര്യങ്ങൾക്ക് അനുകൂലിക്കും, തള്ളിപ്പറയേണ്ട കാര്യങ്ങൾക്ക് തള്ളിപ്പറയും. അന്നും ഇന്നും അനുകൂലിക്കുന്നതും എതിർക്കുന്നതും പ്രവൃത്തിയാണ്. വീണ്ടും ആവേശം കൊള്ളുകയാണ്. വാസ്തവം അറിയുന്നതിന് മുൻപ്, വാസ്തവത്തിൽ അറിഞ്ഞോ അറിയാതെയോ അഖിൽ മാരാർ പാക് സൈബർ പോരാളികൾക്ക് വളം വെച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇന്ന് ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ട്. ട്രംപിന്റെ വാക്ക് കേട്ട് ഇന്ത്യ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് കേട്ടപ്പോൾ തനിക്കുണ്ടായ വികാര വിക്ഷോഭം കൊണ്ടാണത്രേ താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഈ വികാര വിക്ഷോഭം കൊണ്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല യുദ്ധവും രാജ്യവും എന്ന് ഇനിയെങ്കിലും അഖിൽ മാരാർ മനസ്സിലാക്കുക. കൊട്ടാരക്കരയുടെ MLA ആകാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അല്പം കൂടി വിവേകമാവാം. നല്ല മനസ്സുള്ളയാളാണ്, സത്യസന്ധനാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ രാജ്യത്തെക്കുറിച്ച്, യുദ്ധത്തെക്കുറിച്ച്, പട്ടാളത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടെങ്കിലും കരുതലുള്ളത് നല്ലതാണ്. ഒരൊറ്റ കാര്യം കൂടി അഖിൽ മാരാരെ ഓർമ്മിപ്പിക്കട്ടെ. 2008 മുംബൈയിൽ ഏതാണ്ട് 10ഓളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം ഭീകരാക്രമണം നടന്നു. ഒരു ദിവസത്തിലധികമായി തുടർച്ചയായി ഭീകരാക്രമണമായിരുന്നു. അനങ്ങാൻ പോലും ഇന്ത്യക്ക് സാധിച്ചില്ല. താജ് ഹോട്ടൽ അടക്കം, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം തച്ചുടച്ചു. അനേകം വിദേശികളടക്കം ഏതാണ്ട് 200 പേർ കൊല്ലപ്പെട്ടു, അനേകം പേർ പരിക്കേറ്റു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട വേദനാജനകമായ ഭീകരാക്രമണമായിരുന്നു. ആ ഭീകരാക്രമണം ഒരുക്കിയത് പാകിസ്ഥാനാണെന്ന് ഇന്ത്യ അന്വേഷണത്തിൽ കണ്ടെത്തി. അന്ന് ഭരിച്ചിരുന്നത് അഖിൽ മാരാർ MLA ആകാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. അന്നത്തെ പ്രതിരോധ മന്ത്രി അഖിൽ മാരാരുടെ തലതൊട്ടപ്പനായ AK ആന്റണി ആയിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി യശശരീരനായ മൻമോഹൻ സിംഗ് ആണ്. എന്നിട്ട് ഒരു ചെറിയ ഏറുപടക്കമെടുത്ത് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് എറിയാൻ, വേണ്ട ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ അന്നത്തെ സർക്കാരിന് കഴിഞ്ഞില്ല. 26 പേരുടെ ജീവനെടുത്തതിനെ കൃത്യമായി പകവീട്ടി. അതിനുവേണ്ടി ചൊറിഞ്ഞപ്പോൾ അവിടെ കയറി പൂശിയിട്ട് പോന്നു. ആ തന്റെ ഇടമുള്ള സർക്കാരിനാണ് 200 നിരപരാധികളുടെ ജീവനുമെടുത്ത 2 ദിവസം തുടർച്ചയായി ഭീകരാക്രമണം നടത്തിയ മുംബൈ ആക്രമണത്തിൽ പ്രതികരിക്കാതിരുന്ന ഒരു പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന അഖിൽ മാരാർ വിമർശിക്കുന്നത്. അഖിൽ മാരാർ, താങ്കളുടെ നിഷ്പക്ഷത താങ്കൾ കൈവിടരുത്. കോൺഗ്രസിനൊപ്പം ചേരുന്നതിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷെ താങ്കൾ മിനിമം ശശി തരൂരിനെങ്കിലും കണ്ടുപഠിക്കണം. താങ്കളെ ജനങ്ങൾ നെഞ്ചിലേറ്റുന്നത് നിഷ്പക്ഷനായ ഒരു സാമൂഹ്യ വിമർശകൻ എന്ന നിലയിൽ കൂടിയാണ്. അത് ദയവായി കൈവിടരുത്.